ഹിന്ദി വിത്ത് രമ്യ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് 9ാം ക്ലാസ്സിലെ രണ്ടാമത്തെ ചാപ്റ്ററായ ബഹുത്ത് ദിനോങ്കെ ബാദ് എന്ന കവിത പഠിക്കാം. ഹിന്ദിയിലെ പ്രസിദ്ധനായ കവി നാഗാർജുൻ്റെ വളരെ മനോഹരമായിട്ടുള്ള പ്രകൃതിയെക്കുറിച്ചും ഗ്രാമഭംഗിയെക്കുറിച്ചുമുള്ള കവിതയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. കവി പട്ടണത്തിൽ ഒരുപാട് കാലം താമസിച്ചിട്ട് തൻ്റെ ഗ്രാമത്തിലേക്ക് വന്ന് ഗ്രാമത്തിലെ കാഴ്ചകൾ ഈ കവിതയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇവിടെ ഒരു വയലിൻ്റെ ചിത്രം നമുക്ക് കാണാം. അവിടെ എന്തൊക്കെ നമുക്ക് കാണാം? അവിടെ ഒരുപാട് ആളുകൾ ഞാറ് നടുന്നു, കൊയ്യുന്നു, വിതയ്ക്കുന്നു, ഇവയെല്ലാം നമുക്ക് കാണാം. ഗ്രാമഭംഗിയാണ് ഈ കവിതയിൽ മുഴുവനായി നമുക്ക് കാണാൻ കഴിയുന്നത്. ബഹുത്ത് ദിനോങ്കെ ബാദ് എന്താണ് അർത്ഥം? വളരെ നാളുകൾക്ക് ശേഷം. അപ്പോൾ നമുക്ക് കവിതയിലേക്ക് കടക്കാം. ബഹുത്ത് ദിനോങ്കെ ബാദ് अब की मेमने जी फर देखी पकी सुनहली ഫസ്ലോങ്കി മുസ്കാൻ ബഹുത്ത് ദിനോങ്കെ ബാദ്. അപ്പോൾ നമുക്ക് ഓരോ വരിയായിട്ട് മനസ്സിലാക്കാം. ബഹുത്ത് ദിനോങ്കെ ബാദ് എന്താണ് അർത്ഥം? വളരെ നാളുകൾക്ക് ശേഷം. അടുത്ത വരി നോക്കൂ. അബ് കി മെയിംനെ ജി ഫർ ദേഖി. അബ് കി എന്നാൽ എന്താണ് അർത്ഥം? ഇപ്പോൾ. മെയിംനെ എന്താണ് അർത്ഥം? ഞാൻ. ജീഫർ മനസ്സ് നിറയെ, ദേഖി എന്നാൽ കണ്ടു. അപ്പോൾ മൊത്തം അർത്ഥം എന്താണ്? ഇപ്പോൾ ഞാൻ മനസ്സ് നിറയെ കണ്ടു. എന്താണ്? പക്കി സുൻഹലി ഫസ്ലോങ്കി മുസ്കാൻ. പക്കി സുൻഹലി ഫസ്ലോങ്കി മുസ്കാൻ. പക്കി എന്നാൽ പാകമായ, സുൻഹലി എന്നാൽ സ്വർണ്ണവർണ്ണമുള്ള, ഫസ്ലോം എന്നാൽ വിളകൾ. അപ്പം വിളകളുടെ എന്ത് കണ്ടു? പുഞ്ചിരി. മുസ്കാൻ എന്നാൽ എന്താണ്? പുഞ്ചിരി. അപ്പോൾ നമുക്ക് എങ്ങനെ മൊത്തത്തിൽ പറയാം? പാകമായ സ്വർണ്ണവർണ്ണ നിറമുള്ള വിളകളുടെ പുഞ്ചിരിയാണ് നമ്മുടെ കവി കണ്ടത്. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വരികൾ നോക്കാം. ബഹുത്ത് ദിനോങ്കെ ബാദ് അബ് കി മെയിം ജി ഫർ സുൻ പായ ധാൻ കൂടത്തി കിശോരിയോങ്കി കോകിൽ കണ്ടി ധാൻ. ബഹുത്ത് ദിനോങ്കെ ബാദ്. അപ്പോൾ വരികൾ ഓരോന്ന് വ്യക്തമായി മനസ്സിലാക്കാം. ബഹുത്ത് ദിനോങ്കെ ബാദ് എന്നാൽ എന്താണ് അർത്ഥം? വളരെ നാളുകൾക്ക് ശേഷം. അബ് കി മെയിം ജി ഫർ സുൻ പായ. എന്താണ് സുൻ പായ എന്നാൽ എന്താണ്? കേട്ടു എന്നാണ് അർത്ഥം. അപ്പോൾ നമുക്ക് മൊത്തത്തിൽ വായിക്കാം. അബ് കി മെയിം ജി ഫർ സുൻ പായ. ഇപ്പോൾ ഞാൻ മനസ്സ് നിറയെ കേട്ടു. ധാൻ കൂടത്തി കിശോരിയോങ്കി കോകിൽ കണ്ടി താൻ. എന്താണ് അതിൻ്റെ അർത്ഥം? നമുക്ക് ഓരോ വാക്കുകളായിട്ട് നോക്കാം. ധാൻ എന്നാൽ എന്താണ്? നെല്ല്. കൂട്ടി എന്നാൽ കുത്തുന്ന. കിശോരിയോം എന്നാൽ എന്താണ്? പെൺകുട്ടികളുടെ. കിശോരിയോങ്കി എന്നാൽ പെൺകുട്ടികളുടെ. കോകിൽ കണ്ടി താൻ എന്ന് പറഞ്ഞാൽ എന്താണ്? കുയിൽനാദം പോലുള്ള ശബ്ദം. കോകിൽ കണ്ടി താൻ എന്നാൽ കുയിൽനാദം പോലുള്ള ശബ്ദം. അപ്പോൾ നമുക്കത് ചേർത്ത് എങ്ങനെ പറയാം? നെല്ല് കുത്തുന്ന ബാലികമാരുടെ കുയിൽനാദം പോലെയുള്ള ശബ്ദം നമ്മുടെ കവിക്ക് കേൾക്കാനായിട്ട് കഴിഞ്ഞു. മനസ്സിലായില്ലേ? അടുത്ത വരികൾ നോക്കാം. ബഹുത്ത് ദിനോങ്കെ ബാദ് അബ് കി മെയിംനെ ജി ഫർ സൂംഘെ മൗൾ സിരി കെ ഠേർ ഠേർ സെ താസെ ടട്കെ ഫൂൽ. ബഹുത്ത് ദിനോങ്കെ ബാദ്. നമുക്ക് ഓരോ അർത്ഥമായിട്ട് നോക്കാം. ബഹുത്ത് ദിനോങ്കെ ബാദ്. ബഹുത്ത് ദിനോങ്കെ ബാദ് എന്നാൽ എന്താണ്? വളരെ നാളുകൾക്ക് ശേഷം. അബ് കി മെയിംനെ ജി ഫർ സൂംഘെ. സൂംഘെ എന്ന് പറഞ്ഞാൽ എന്താണ്? സൂംഘെ മണത്തു. അപ്പോൾ നമുക്ക് ആ വരികളുടെ അർത്ഥം മൊത്തം എങ്ങനെ പറയാം? അബ് കി മെയിംനെ ജി ഫർ സൂംഘെ എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സ് നിറയെ ആസ്വദിച്ച് മണത്തു. എന്താണ് നമ്മുടെ കവി മണത്തു നോക്കിയത്? മൗൾസിരി കെ ഠേർ ഠേർ സെ താസെ ടട്കെ ഫൂൽ. മൗൾസിരി എന്നാൽ ഇലഞ്ഞി. ഠേർ ഠേർ എന്നാൽ എന്താണ് അർത്ഥം? നിറഞ്ഞു നിൽക്കുന്ന. താസെ ടട്കെ എന്നാൽ എന്താണ് അർത്ഥം? പുതുപുത്തൻ. അപ്പം നമുക്ക് ആ വരിയുടെ അർത്ഥം എങ്ങനെ പറയാം നോക്കാം. പൂത്തുലഞ്ഞ് നിറഞ്ഞു നിൽക്കുന്ന ഇലഞ്ഞിയുടെ പുതുപുത്തൻ പൂവിൻ ഗന്ധം കവിക്ക് അനുഭവിക്കാനായിട്ട് കഴിഞ്ഞു എന്നാണ് ഈ മൊത്തം ഈ വരികളുടെ അർത്ഥം. മനസ്സിലായോ? അടുത്ത വരികൾ നോക്കാം. ബഹുത്ത് ദിനോങ്കെ ബാദ് അബ് കി മെയിം ജി ഫർ ചുപായ അപ്നി ഗം വൈ പക്ഡണ്ഡി की चंदन वर्णी धूल बहुत दिनों के बाद।
വീണ്ടും നമുക്ക് അർത്ഥം നോക്കാം. ബഹുത്ത് ദിനോങ്കെ ബാദ്, അർത്ഥം വളരെ നാളുകൾക്ക് ശേഷം. അബ്കി മെയിം ജി ഫർ ചൂപ്പായ, ചൂപ്പായ എന്നാൽ എന്താണ് അർത്ഥം? സ്പർശിച്ചു. ഇപ്പോൾ മൊത്തം വരികളുടെ അർത്ഥം എന്താണ്? ഇപ്പോൾ ഞാൻ മനസ്സ് നിറയെ സ്പർശിച്ചു. എന്താണ് നമ്മുടെ കവി സ്പർശിച്ചത്? അപ്നി ഗംവൈ പഗ്ഡണ്ടി കി ചന്ദൻ വർണ്ണി ധൂൾ. എന്താണ്? ഗംവൈ എന്നാൽ ഗ്രാമം, പഗ്ഡണ്ടി എന്നാൽ എന്താണ്? ഒറ്റയടി പാത. അതുപോലെ തന്നെ ചന്ദൻ വർണ്ണി ധൂൾ എന്നാൽ എന്താണ് അർത്ഥം? ചന്ദന നിറമുള്ള മണ്ണ് എന്നാണ് അർത്ഥം. അപ്പം നമുക്ക് വാക്യം എങ്ങനെ മുഴുവനായിട്ട് ആ വരികളുടെ അർത്ഥം നമുക്ക് എങ്ങനെ പറയാം? എൻ്റെ ഗ്രാമത്തിലെ ഒറ്റടിപ്പാതയിലെ ചന്ദനവർണ്ണമുള്ള ആ പൊടിമണ്ണിനെ ഞാൻ കാണുകയും തൊട്ടനുഭവിക്കുകയും ചെയ്തു എന്നാണ് നമ്മുടെ കവി ഇവിടെ പറയുന്നത്. നെക്സ്റ്റ് വരികൾ നോക്കാം. ബഹുത്ത് ദിനോങ്കെ ബാദ് അബ്കി മെയിംനെ ജീഫർ താൽ മഖാന ഖായ, ഗന്നെ ചൂസെ ജീഫർ ബഹുത്ത് ദിനോങ്കെ ബാദ്. നമുക്ക് ഓരോ വരികളുടെ അർത്ഥമായി നോക്കാം. ബഹുത്ത് ദിനോങ്കെ ബാദ് എന്നാൽ എന്താണ്? വളരെ നാളുകൾക്ക് ശേഷം. അബ്കി മെയിംനെ ജീഫർ താൽ മഖാന, താൽ മഖാന എന്നാൽ ഒരു ഔഷധ സസ്യമാണ്. തോടുകളുടെയൊക്കെ സൈഡിലൊക്കെ വളരുന്നൊരു സസ്യമാണ്. അപ്പോൾ താൽ മഖാന ഖായ എന്നാൽ എന്താണ്? ഔഷധ സസ്യം കഴിച്ചു. ഗന്നെ ചൂസെ എന്താണെന്ന് വെച്ചാൽ കരിമ്പിൻ ജ്യൂസ് കുടിച്ചു എന്നാണ് അർത്ഥം. കരിമ്പിൻ ജ്യൂസ് കുടിച്ചു. അപ്പോൾ നമുക്കതിൻ്റെ മൊത്തം അർത്ഥം പറയാം. എങ്ങനെ പറയാം? എന്താണ്? ഇപ്പോൾ ഞാൻ മനസ്സ് നിറയെ ഔഷധ സസ്യം കഴിച്ചു, മനസ്സ് നിറയെ കരിമ്പിൻ ജ്യൂസും കുടിച്ചു എന്നാണ് കവി ഇവിടെ പറയുന്നത്. അവസാനത്തെ വരികൾ നോക്കാം. ബഹുത്ത് ദിനോങ്കെ ബാദ് അബ്കി മെയിംനെ ജീഫർ ഫോഗെ, ഗന്ധ് രൂപ രസ് ശബ്ദ സ്പർശ സബ് സാത്ത് സാത്ത് ഈസ് ഫൂപ്പർ. ബഹുത്ത് ദിനോങ്കെ ബാദ്. വരികളുടെ അർത്ഥം നോക്കാം. ബഹുത്ത് ദിനോങ്കെ ബാദ് വളരെ നാളുകൾക്ക് ശേഷം. വളരെ നാളുകൾക്ക് ശേഷം. അബ്കി മെയിംനെ ജീഫർ ഫോഗെ. ഫോഗെ എന്നാൽ എന്താണ് അർത്ഥം? ഫോഗെ എന്നാൽ അനുഭവിച്ചറിഞ്ഞു എന്നാണ് അർത്ഥം. അനുഭവിച്ചറിഞ്ഞു. എന്തൊക്കെയാണ് നമ്മൾ അപ്പോൾ അബ്കി മെയിംനെ ജീഫർ ഫോഗെ എന്നാൽ ഇപ്പോൾ ഞാൻ മനസ്സ് നിറയെ അനുഭവിച്ചറിഞ്ഞു. എന്താണ് നമ്മുടെ കവി അനുഭവിച്ചറിഞ്ഞത്? ഗന്ധ് രൂപ് രസ് ശബ്ദ് സ്പർശ് സബ് സാത്ത് സാത്ത് ഈസ് ഫൂപ്പർ. എന്തൊക്കെയാണ്? ഗന്ധ് എന്നാൽ ഗന്ധം, രൂപ് എന്നാൽ രൂപം, രസ് എന്നാൽ രസം, അതുപോലെ ശബ്ദം എന്നാൽ ശബ്ദം, സ്പർശ് എന്നാൽ സ്പർശം, സാത്ത് സാത്ത് എന്നാൽ ഒരുമിച്ച്, ഈസ് ഫൂപ്പർ എന്നാൽ എന്നാൽ ഭൂമി. മനസ്സിലായോ? അപ്പോൾ നമുക്ക് ചേർത്ത് എങ്ങനെ പറയാം? ഗന്ധം, രൂപം, രസം, ശബ്ദം, സ്പർശം എല്ലാം ഒരുമിച്ച് ഈ ഭൂമിയിൽ നമ്മുടെ കവി അനുഭവിച്ചറിഞ്ഞു എന്നാണ് നമ്മുടെ ഈ വരികളിൽ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും കവിത നന്നായി ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും നന്നായി വായിച്ചു പഠിക്കുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ.